നമസ്കാരം. ഫ്രഞ്ച് സാഹിത്യത്തിൽ മാത്രമല്ല ലോക സാഹിത്യത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന വളരെ പ്രശസ്തനായ എഴുത്തുകാരനായ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന നോവലാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ പുസ്തകത്തെ കുറിച്ച് പറയുമ്പോൾ പറയുവാൻ ഏറെയുണ്ട്. വിക്ടർ ഹ്യൂഗോ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ബാക്കിയുള്ള ഭാഷകളിലും ഒക്കെ പറയുന്നത്. എന്നാൽ ഫ്രഞ്ച് ഭാഷയിൽ വിക്ടർ ഹ്യൂഗോ എന്നാണ് ഈ ഒരു കഥാകൃത്ത് അറിയപ്പെടുന്നത്. എനിക്ക് ഈ പുസ്തകം വായിച്ചപ്പോൾ തോന്നുന്നത് ഈ പുസ്തകം 1.5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതിയ ഒരു നോവലാണ് ഈ പാവങ്ങൾ എന്ന് പറയുന്ന നോവൽ. എന്നിട്ടും 1.5 നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇന്നും ലോകം മുഴുവൻ ഇതിൽ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണ് ഇപ്പോഴും. ലോകം മൊത്തം ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അത് 1.5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതിയ ഒരു പുസ്തകത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഓരോ പ്രശ്നങ്ങളും ലോകത്തിൽ നിന്ന് മായുന്നത് വരെയും ഈ പുസ്തകത്തിന്റെ പ്രസക്തി നിലനിൽക്കുകയാണ്. ഈ പുസ്തകത്തിൽ പറയുമ്പോൾ കുറേയുണ്ട്. എനിക്ക് ഈ ഒരു പുസ്തകം വായിച്ചപ്പോൾ ഇതിലെ ഒരു മനുഷ്യനെ കള്ളനാക്കുകയാണ്. ആ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ കള്ളനല്ല, ആ ആളെ ഒരു കള്ളനാക്കുകയാണ്. ആ കഥാപാത്രത്തിന്റെ പേര് എന്ന് പറയുന്നത് ജീൻ വാൽജിൻ എന്നാണ്. ആ ഒരു ആളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ആൾക്ക് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. ആ ഒരു അച്ഛനും അമ്മയും മരിച്ചുപോയി. ആ അമ്മയ്ക്ക് അവരൊരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ്. ആ ഒരു അമ്മയ്ക്ക് പനി വന്നിട്ട് മരുന്ന് കൊടുക്കാനുള്ള ചികിത്സയ്ക്കുള്ള പൈസ ഇല്ലാതെയാണ് അങ്ങനെ അമ്മ മരിച്ചുപോയി. അതിനുശേഷം അച്ഛനൊരു മരം വെട്ടുകാരനായിരുന്നു. തടിയൊക്കെ വെട്ടുന്നതാണ്. എന്നിട്ട് ആ ഒരു മരം വെട്ടുന്നതിന്റെ ഇടയ്ക്ക് അത് തലയിൽ വന്ന് വീണാണ് ജീൻ വാൽജീൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിന്റെ അച്ഛൻ മരിക്കുന്നത്. അതിനുശേഷം ഒരു മൂത്ത ചേച്ചിയാണ് ജീൻ വാൽജീൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനുള്ളത്. ആ ഒരു ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം 7 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. അവരൊരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ്. ഇവര് കൂലിപ്പണിക്കും ഒക്കെ ഈ ഒരു ചേട്ടനും ചേച്ചിയും ഒക്കെ പോകുന്നുണ്ട്. എന്നിട്ട് അവർക്ക് ജീവിക്കാൻ പൈസ അങ്ങനെ ഒന്നും ഇല്ലാതെ ഇവര് ഭയങ്കര കഷ്ടപ്പാടിലാണ്. ഒരു ദിവസം രാത്രിയിൽ ഒരു കട അടയ്ക്കാറായി. അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ജനങ്ങൾക്ക് അവർക്ക് ഭയങ്കര വിശപ്പായിരുന്നു. ജനങ്ങളുടെ ഉള്ളിലൂടെ കൈയൊക്കെ മുറിഞ്ഞു. ആ ഒരു ചില്ലിൻ്റെ ഒക്കെ ഇത് കാരണം കൈയൊക്കെ മുറിഞ്ഞു. ഒരു റൊട്ടിയെടുത്ത് മോഷ്ടിച്ചുകൊണ്ട് ഓടുകയാണ്. കഴിക്കാൻ ഒന്നുമില്ല. അവർ വിശന്നിട്ട് ആ ഒരു ആൾക്ക് വേണ്ടി അല്ല, ആ ഒരു ആളുടെ ചേച്ചിയുടെ മക്കൾക്ക് വേണ്ടിയാണ്. അവർക്ക് കഴിക്കാനൊന്നും ഇല്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈ ഒരു റൊട്ടി വന്നെടുക്കുന്നത്. അതിനുശേഷം ആ ഒരു കടയുടെ ഓണർ എന്ന് പറയുന്ന ആള് പുറകെ ഓടുകയാണ്. ഉടമസ്ഥൻ ഓടുകയാണ്. പിടിച്ചു. പോലീസ് കൊണ്ടുപോയി. ഈ ഒരു കുറ്റം ചെയ്തതിന്, മോഷണം ചെയ്തതിന് 5 വർഷമായിരുന്നു ശിക്ഷ ഉണ്ടായിരുന്നത്. അതും തൊണ്ടുവലി ശിക്ഷയായിരുന്നു. അതിനുശേഷം അത് 5 വർഷമായിരുന്നു. അതിനുശേഷം ഒരു 4ാമത്തെ വർഷമായ സമയത്ത് ആ ആൾക്കയ്യോ ആ ഒരു ചേച്ചിയുടെ മക്കളൊക്കെ എന്തായി കാണും, പട്ടിണി കിടക്കുമല്ലേ, ആ ഒരു കുട്ടികളെ കുറിച്ച് ഓർത്ത് ഭയങ്കര വിഷമായി. 4ാമത്തെ വർഷമായപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങി ഓടി. അതിനുശേഷം ആ ഒരു ജയിലിൽ നിന്ന് ഇറങ്ങി ഓടിയതിന്റെ ശിക്ഷയായിട്ട് വീണ്ടും 14 വർഷമാണ് ജയിലിൽ കിടന്നത്. ആ ഒരു സമയം എന്ന് പറയുമ്പോൾ 19 വർഷമാണ് ജയിലിൽ കിടന്നത്. അങ്ങനെ ആ ഒരു ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അതുവരെ ജീൻ വാൽജീൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരു കള്ളനല്ല, ഒരു പാവപ്പെട്ട മനസ്സിൽ നന്മയുള്ള ഒരാളായിരുന്നു. അങ്ങനെ ഇത്രയും വർഷം ജയിലുകളിൽ കിടന്ന മനുഷ്യന്മാര് ഒരു പാവപ്പെട്ട ഒരാളെ കള്ളനാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ജീൻ വാൽജീൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷമമായി. അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു വളരെ പ്രശസ്തമായ ഒരു കള്ളനായിട്ടാണ് ഇറങ്ങുന്നത്. എല്ലാവർക്കും അറിയാം. നമ്മളുടെ എല്ലാ കുട്ടികളും ഒക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ID കാർഡൊക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നത്. അതേപോലെ ഇവിടെ ഒരു മഞ്ഞ കാർഡും തൂക്കിയിട്ടോട്ടാണ് ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്. എല്ലാ സമയത്തും ആ ഒരു ID കാർഡ് പോലെയുള്ള ഒരു മഞ്ഞ കാർഡാണ്. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു കള്ളനായിരുന്നെന്നും 19 വർഷം ജയിലിൽ കടന്നെന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് എല്ലാ സമൂഹത്തിലെ എല്ലാ ആൾക്കാരും ആ ആളെ ഒരു പിച്ചക്കാരനെ പോലെ, ഒരു കള്ളനെ പോലെ, ആരും നോക്കാതെ, ആരും വില കൊടുക്കാതെയാണ് എഴുതുന്നത്. അങ്ങനെ ഒരു ദിവസം രാത്രി ഇതൊരു വലിയ ബംഗ്ലാവ് കണ്ടു. അങ്ങനെ പുറകുവശത്തൂടെ കയറിപ്പോയപ്പോൾ അവിടെ ഒരു ബിഷപ്പ് ഇരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ജീൻ വാൽജീൻ വന്ന ആ ഒരു കഥയിൽ കൊത്തുകയാണ്. ഒരു പുരോഹിതനാണെന്നോർത്ത് ആണ് വിചാരിക്കുന്നത്. ആ ഒരു പുരോഹിതൻ ആ സമയത്ത് വന്ന് ഡോറ് തുറക്കുകയാണ്. ആ സമയത്ത് ഒരു പാവപ്പെട്ടയാള് കാണുമ്പോൾ നമുക്കൊക്കെ പേടി വന്നു പോകുന്ന ഒരു രൂപമാണ്. താടിയും മുടിയൊക്കെ നീണ്ട് 19 വർഷമായി ഒരു വല്ലാത്ത വികൃത രൂപമായിരുന്നു. അതിനുശേഷം ആ ഒരു പുരോഹിതനായിരുന്നെന്നാണ് ഓർത്തത്. ആ ഒരു പുരോഹിതൻ വന്നാൽ കഴിക്കാൻ ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ്. ആ ഭക്ഷണമൊക്കെ വലിച്ച് വാരി ഭയങ്കര ആർത്തിയോടെ കഴിക്കുകയാണ്. എത്ര നാളായി മര്യാദയ്ക്കൊരു ഭക്ഷണം കഴിച്ചിട്ട്. അവിടെ ഉണ്ടായിരുന്ന പ്ലേറ്റ് അതുപോലത്തെ സാധനങ്ങളൊക്കെ വെള്ളി കൊണ്ടായിരുന്നു ഉണ്ടാക്കിയത്.
അങ്ങനെ കിടന്നുറങ്ങാൻ ഒരു സ്ഥലം കൊടുത്തു ആ ഒരു പുരോഹിതൻ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പുരോഹിതനല്ലായിരുന്നു, അതൊരു ബിഷപ്പായിരുന്നു. ആ ഒരു സ്ഥലത്തിൽ വളരെയധികം പ്രശസ്തമായ ഒരു ബിഷപ്പായിരുന്നു. അങ്ങനെ കിടന്നുറങ്ങാൻ സ്ഥലം കൊടുത്തു. അങ്ങനെ കിടന്നുറങ്ങി. പക്ഷെ രാത്രിയിലൊന്നും കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. അയ്യോ, എൻ്റെ ചേച്ചിയാ, എൻ്റെ മക്കൾ, അവരൊക്കെ ഇപ്പം എവിടെയാ? അവർക്ക് വിശക്കുന്നില്ല, അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ, അവർക്ക് വേറെ ആരാ ഉള്ളതെന്ന് ഓർത്ത് ഭയങ്കര വിഷമമായി. അതിനുശേഷം അവർക്ക് കിടന്നുറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് രാത്രിയിൽ എണീറ്റ് പോയി. ആ സമയത്ത് അയ്യോ, എൻ്റെ ചേച്ചിക്കും അവർക്കൊക്കെ കൊടുക്കാൻ ഈ ഒരു വെള്ളി പ്ലേറ്റ് ഒക്കെ എടുത്തുകൊണ്ട് പോയാൽ വിറ്റ് പൈസ ഉണ്ടാക്കാമല്ലോ എന്നോർത്ത് രാത്രിയിൽ ആ ഒരു വെള്ളി പ്ലേറ്റും എടുത്തുകൊണ്ട് ഓടുകയാണ്. ആ ഓടുന്ന സമയത്ത് രാത്രി കണ്ട ബാക്കിയുള്ള പോലീസിനും ആൾക്കാർക്കൊക്കെ സംശയം തോന്നി. ആ ഒരു മഞ്ഞ കാർഡുണ്ട്. അങ്ങനെ അവരെ പിടിച്ചോണ്ട് ബിഷപ്പിന്റെ അടുത്ത് കൊണ്ടുവരികയാണ്. ബിഷപ്പ് കൊണ്ട് അപ്പം ബിഷപ്പ് ചോദിച്ചു, അയ്യോ, ഈ ഒരു വെള്ളി പാത്രങ്ങൾ മാത്രമേ എടുത്തോളൂ, ഞാൻ തന്നിട്ടുള്ള ബാക്കി ഉണ്ടായിരുന്നു, അവിടെ ഒരു തിരി കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ആ തിരി വെച്ചിരുന്ന ആ ഒരു വെള്ളി സ്റ്റാൻഡ് എന്താ എടുക്കാത്തെ? ഞാൻ തന്നു വിട്ടിട്ട് ആ ഒരു വെള്ളി സ്റ്റാൻഡും തിരിയുടെ സ്റ്റാൻഡും പ്ലേറ്റ് ഒക്കെ തന്നു വിട്ടതല്ലേ, എന്നിട്ട് ആ പ്ലേറ്റ് മാത്രമേ എടുത്തോളൂ. എന്തായാലും കണ്ടത് നന്നായി, ഞാൻ വിഷമിച്ചിരിക്കുമായിരുന്നു ആ വെള്ളി സ്റ്റാൻഡ് എടുക്കാൻ മറന്നു പോയത്. അപ്പം ആ ഒരു ആളുടെ ജീൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിന്റെ കണ്ണ് തള്ളി പോവുകയാണ് എന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. അത്രയും ഞെട്ടിപ്പോയി. ഈ ഒരു ബിഷപ്പിന്റെ അടുത്ത് പറയാതെ മോഷ്ടിച്ചോണ്ട് പോയതാ. പക്ഷെ ആ ഒരു ബിഷപ്പ് ആ ഒരു പോലീസിന്റെ മുമ്പിൽ ആ ഒരു മനുഷ്യൻ ജീൻ വീണ്ടും ഒരു കള്ളനാവാതിരിക്കാൻ, ജയിലിൽ പോവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കള്ളം പറയുകയാണ്. അങ്ങനെ ശരിക്കും ആ ഒരു പോലീസ് ഓർത്തു, അയ്യോ, ഞാൻ അറിഞ്ഞില്ല, ഇതൊരു കള്ളനാണെന്ന് ഓർത്തിട്ടാണ് നമ്മൾ പിടിച്ചത്, ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോലീസ് പോയി. അപ്പൊ ആ ഒരു പുരോഹിതൻ ബിഷപ്പ് പറയുന്നത്, ഞാൻ പറയുന്നൊരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി ഒരു കള്ളനാകരുത്, ഇനി ആരെയും ഉപദ്രവിക്കരുത്, ഒന്നും മോഷ്ടിക്കരുത്. പണ്ടത്തെ ഒരു നല്ല മനുഷ്യനായി വരണം. എനിക്ക് വാക്ക് തരണം. എനിക്ക് വേണ്ടത് ആ ഒരു നല്ല ആത്മാവിനെയാണ്, കരുണയുള്ള ആ ഒരു മനുഷ്യനെയാണ് എനിക്ക് തിരിച്ചു വേണം. അങ്ങനെ രാത്രിയിൽ ആ ഒരു വെള്ളി സ്റ്റാൻഡും എടുത്തുകൊണ്ട് പുറത്തു പോവുകയാണ്. ആ സമയത്ത് രാത്രിയിൽ അവർ ശരിക്കും പറഞ്ഞാൽ നല്ല വിഷമത്തോടെയാണ് പോകുന്ന വഴിക്ക് അതിനുശേഷം ഒരു കുഞ്ഞു കുട്ടീനെ, ഒരു കുഞ്ഞു കുട്ടിയുടെ നാണയം താഴെ പോവാണ്. ആ ഒരു കുട്ടിയുടെ ആ ഒരു കഥാപാത്രത്തിന്റെ പേര് ഗർവാസ് എന്നാണ്. ഗർവാസ് എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞു കുട്ടിയാണ്. പോകുന്ന വഴിക്ക് ആ ബിഷപ്പിനെ കണ്ട് ഉപദേശമൊക്കെ കേട്ടതിന് ശേഷം പോവുകയാണ്. ആ സമയത്ത് ഗർവാസ് എന്ന് പറയുന്ന ആ ഒരു കുട്ടിയുടെ നാണയം താഴെ വീണു. അപ്പം ആ ഒരു കള്ളന്റെ മനസ്സോടെയാണ് ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ആ ഒരു സമയത്ത് ആ ഒരു നാണയത്തെ ചവിട്ടിക്കാലും കൊണ്ടുവച്ചു. ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞ് ആ ഒരു കൊച്ചിന് പേടി. അങ്ങനെ ആ ഒരു കൊച്ച് നിർത്തിക്കൊണ്ട് പോയി. അങ്ങനെയാണ് ഈ ഒരു കഥ. ഈ ഒരു കഥയെ കുറിച്ച് പറയുമ്പോൾ പറയുവാൻ ഏറെയുണ്ട്. ഞാൻ ഈ ഒരു കഥയുടെ കുറച്ച് ഭാഗമേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു നോവലിനെ കുറിച്ച് പറയുമ്പോൾ നോവലുകളുടെ അമ്മ എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഒരു കഥയിലെ കഥാപാത്രമാണ് ഫൻതീൻ്റെ മോളായ കോസ്റ്റ. അപ്പൊ ഈ ഒരു രണ്ടാൾക്കാരെയും കുറിച്ച് അവര് ജീവിതത്തിൽ വളരെയധികം നാട്ടുകാരുടെയും സമൂഹത്തിന്റെ മുൻപിലൊക്കെ അപമാനിക്കപ്പെട്ട ആൾക്കാരൊക്കെയാണ്. ഇങ്ങനെ ഈ ഒരു കാര്യത്തിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ലോകത്ത് ഇപ്പോഴും ഇത്രയും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ജീൻ എന്ന് പറയുന്ന കഥാപാത്രം പിന്നെ മേയർ ആവുകയാണ്. പിന്നെ ഫൻതീനെ മോലൊക്കെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ കുറേ നല്ല ഒരു ശരിക്കും വിഷമപ്പെടുത്തുന്ന ഒരു കഥയാണ്. നല്ലൊരു നോവലാണ്, പ്രസിദ്ധമാണ്. പക്ഷെ ഇതിന് നമുക്ക് ഏറ്റവും വരുന്നത് വിഷമമാണ്. ഈ ഒരു നോവലിനെ കുറിച്ച് എല്ലാവരും വായിച്ചു നോക്കേണ്ട ഒരു പുസ്തകമാണ്. കുറേ നമുക്ക് വായിക്കുമ്പോൾ ശരിക്കും വിഷമം വരും. ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു നോവലിനെ കുറിച്ച് പറയുവാനുള്ളത്. എന്നാലും ഇത് ലോകത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായതാണ്. ലോകത്തിലെ ഏറ്റവും കുറേ ആൾക്കാർ വായിച്ചിട്ടുണ്ട് ഈ ഒരു പുസ്തകം. ഈ ഒരു നോവലിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും വായിച്ചിരിക്കണം. ഈ ഒരു നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഇതുവരെ മാറ്റമില്ല എന്നൊക്കെ അറിയണം. നമുക്ക് ഈ ഒരു ലോകത്തിൽ നിന്ന് നമുക്ക് മാറ്റം വരുത്തണം. വിശപ്പ് ആരും, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു നവലോക ക്രമത്തിൽ ഒരു കുട്ടികളും ഒരു സ്ത്രീകളും ആരും ഭക്ഷണം കിട്ടാതെ അലയരുത്. എല്ലാവർക്കും സുരക്ഷിതത്വം, കുട്ടികൾക്കും പ്രത്യേകിച്ചും പെൺകുട്ടികൾക്കൊക്കെ സുരക്ഷിതത്വം വേണം. അവർക്ക് താമസിക്കാൻ നല്ല സൗകര്യമുള്ള വീട് വേണം. ഇത്രയും നല്ല ഒരു ലോകമാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ. ഇതുപോലത്തെ ഒരു നവലോക ക്രമത്തിൽ ആർക്കും ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടാത്ത എല്ലാ കുട്ടികൾക്കും, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും സുരക്ഷിതമായിട്ടുള്ള ഒരു വീടുള്ള ഈ ഒരു നവലോക ക്രമത്തിൽ ഞങ്ങൾ കുട്ടികൾക്കൊക്കെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും പഠിത്തം, വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന ഒരു നവലോക ക്രമത്തിൽ ഞങ്ങൾ കുട്ടികൾ അണ്ണാൻ കുഞ്ഞും തന്നാലായതെന്നത് പോലെ നല്ല ഒരു വായനയും ഒക്കെയുള്ള നല്ല കുട്ടികളായിട്ട് സന്തോഷിച്ച് ജീവിക്കും. ആ ഒരു നവലോക ക്രമത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.